ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്, ഹോണ്ടയുടെ യൂണിക്കോൺ വണ്ടി, യൂണിക്കോൺ 150 ആണ് വർക്കിന് വേണ്ടിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് മെയിനായിട്ട് പറഞ്ഞത് ഫ്രണ്ട് ബ്രേക്ക് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കാണ് അത്. പാഡ് സെറ്റ് ഫുള്ള് തീർന്ന് ഒരയുന്ന സൗണ്ടാണ് പറഞ്ഞേക്കണേ. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക, കംപ്ലയിൻ്റ് ആണെങ്കിൽ മാറ്റാനുള്ള രീതി പറഞ്ഞിട്ടുണ്ട്. വാട്ടർ സർവീസ്, ടാങ്കുമ്പോൾ ഒരു കവർ ഇടുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ ബ്രേക്ക് ചെയിനൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, അതേപോലത്തെ മൈനർ വർക്കാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളതിൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ ഫ്രണ്ട് ഡിസ്കിൻ്റെ ഭാഗം നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്തിരുന്നു. ഫ്രണ്ടിൽ ബ്രേക്ക് പാഡ് ഫുള്ള് തീർന്ന് ഡിസ്കുമ്മ പ്ലേറ്റുമ്മ കയറി പിടിക്കുന്ന അവസ്ഥയിലാണ് ഓടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാം, ഇതിൻ്റെ ഡിസ്ക് പ്ലേറ്റ് പാഡ് തീർന്നിട്ട് ആ മെറ്റൽ ടു മെറ്റലായിട്ട് കയറി പിടിച്ച് നല്ല രീതിയിൽ സ്ക്രാച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ പാഡ് സെറ്റ് എന്തെങ്കിലും മാറണം. അതിനേക്കാൾ ഉപരി നമുക്ക് ഡിസ്ക് പ്ലേറ്റിനാണ് ഡാമേജ് വന്നിട്ടുണ്ട്, പ്ലേറ്റും തേയ്മാനം വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ ശരിക്കും ഡിസ്ക് പ്ലേറ്റ് ശരിക്കും 3.5 mm ആണ് ശരിക്കും അതിൻ്റെ തിക്നെസ്. ഇതിപ്പോൾ തേഞ്ഞ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ല പ്രഷറിൽ പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് ഇവിടെ ഒരു ചെറിയൊരു വളയുന്നൊരു സിറ്റുവേഷനൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അതായത് കട്ടി കുറഞ്ഞിട്ടുണ്ട് ശരിക്കും അതിൻ്റെ. അപ്പോൾ നമുക്ക് ഈ പാഡ് സെറ്റ് മാത്രം മാറ്റിയിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല. അപ്പോൾ കൂട്ടത്തിൽ കൂടെ ഡിസ്ക് പ്ലേറ്റ് കൂടി മാറ്റിയാൽ ബ്രേക്ക് പക്കയാവും. പക്ഷെ അതിനേക്കാൾ ഒരു മെയിനായിട്ട് നമുക്ക് അതിൻ്റെ ഈ മാസ്റ്റർ കിറ്റ്, ഈ ലിവറുമേന്ന് ഫ്ലൂയിഡ് ഇറങ്ങി പോകുന്ന ഈ മാസ്റ്റർ കിറ്റ്, അതിൻ്റെ അവസ്ഥ ഇതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ശരിക്കും മെൽറ്റായ ഒരു അവസ്ഥയിൽ വന്നിട്ട് ആ പിസ്റ്റണൊക്കെ അതിൻ്റെ ഉള്ളിൽ ഫുൾ ടൈറ്റായ ഒരു അവസ്ഥയിൽ നിൽക്കുക. ഈ പിസ്റ്റൺ ടൈറ്റായിട്ട് നിന്നിട്ടാണ് പാഡ് ഫുള്ളായിട്ട് തീർന്നേണത്. അപ്പോൾ ശരിക്കും അതൊരു ബ്രേക്കിൻ്റെ ഭാഗം ക്ലിയറായി പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പൈസ മുടക്കമുള്ള കേസാണ്. കാരണം എന്താ വെച്ചാൽ ഒന്ന് ഈ മാസ്റ്റർ കിറ്റ് മാറ്റിയിടണം. ഇത് മാറ്റിയതിന് ശേഷം നമുക്ക് ഈ കാളിപ്പർ എന്ന് പറയുന്ന ഈ യൂണിറ്റ് അത്രയും പ്രശ്നം വരില്ല. അത് ഇതൊക്കെ ഒന്ന് അഴിച്ചു നോക്കാം. ഇത് ഒടിഞ്ഞാലൊക്കെയാണ് പ്രശ്നമുള്ളൂ. അത് അഴിഞ്ഞ് പോരുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിസ്റ്റണൊക്കെ ഒന്ന് അഴിച്ച് ഫുള്ള് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്ത് എടുക്കാവുന്നുള്ളൂ. പിന്നെ ബ്രേക്ക് പാഡ് മാറ്റിക്കുമ്പോൾ ബ്രേക്ക് ആവും. പക്ഷേ ഈ പ്ലേറ്റ് ഇങ്ങനെ ഉള്ളത് കൊണ്ട് ബ്രേക്ക് പക്കയാവില്ല. പക്ഷെ എന്നാലും ഏറെക്കുറെ കറക്റ്റായിട്ട് കിട്ടും. പിന്നെ ഈ ഡിസ്ക് പ്ലേറ്റും കൂടി മാറ്റിയിടാണെങ്കിൽ പുതിയ വണ്ടിയുടെ എങ്ങനെയായിരുന്നു അതേ രീതിയിലുള്ള ബ്രേക്ക് ആവും. ഡിസ്ക് പ്ലേറ്റും ബ്രേക്ക് പാഡ് മാസ്റ്റർ കിറ്റ് ഇത്ര ഐറ്റം മാറ്റിക്കഴിഞ്ഞു. പഴക്കത്തിൻ്റേതായിട്ടുള്ള പ്രശ്നമാണത് മെയിനായിട്ട്. അപ്പോൾ വെറുതെ നമ്മൾ പാഡ് മാറ്റിയതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. മാസ്റ്റർ കിറ്റ് മാറ്റാതെ കൊണ്ട് ബ്രേക്ക് കിട്ടില്ല, ബ്രേക്ക് ആവില്ല. പിന്നെ അതിൻ്റെ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറുന്നുണ്ട്, ഓയിൽ ചേഞ്ച് നടത്തുന്നുണ്ട്, ടാങ്ക് ബാഗ് പറഞ്ഞ് മാറ്റി പുതിയത് ഇടുന്നുണ്ട്. പിന്നെ ചെയിൻ ബ്രേക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക, വാട്ടർ സർവീസ് ചെയ്യുക. ജനറൽ സർവീസോ വേറെ മെയിൻ്റനൻസോ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല, ആകെ കൂടി പറഞ്ഞവർക്ക് എത്രയാണ്. അപ്പോൾ ഇത് തന്നെ നമുക്ക് അത്യാവശ്യം ഡിസ്കിൻ്റെ ഭാഗത്ത് തന്നെ വരുമ്പോഴത്തേക്ക് അത്യാവശ്യം കോസ്റ്റ് ഉണ്ട്. ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കാം. എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്കിന് വരുമ്പോൾ എത്രയും കാശോ എന്ന് ചോദിക്കരുത്. കാരണം മാസ്റ്റർ കിറ്റൊക്കെ 1400 താഴെ കണ്ടുണ്ട് അതിന് മാത്രം. അപ്പോൾ ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടേക്കാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ.